വന്ദേമാതരം പാർലമെന്റിൽ ചർച്ചയാകാൻ പോവുകയാണ്. പ്രധാനമന്ത്രി ആ വിഷയം മുമ്പോട്ട് കൊണ്ടുവരും. ഇത് പലരിലും അസഹിഷ്ണുത വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. എവിടെ നിൽക്കുന്നത്? യഥാർത്ഥത്തിൽ വന്ദേമാതരം എന്ന ആ ഗാനം 1875 അത് എഴുതുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. പിന്നീടത് ആനന്ദമഠം എന്ന അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ ഭാഗമാകുകയും ചെയ്തു. അത് ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി ശ്രീ അരവിന്ദ പറഞ്ഞത് ഇത് പാട്ടും ഗാനമൊന്നുമല്ല, ഇത് ഭാരതത്തിൽ എവിടെയോ മറന്നു കിടന്നൊരു മന്ത്രമാണെന്നാണ് പറഞ്ഞത്. അതിശക്തിയുള്ളൊരു മൂലമന്ത്രമാണിത്. ഭാരതത്തെ സങ്കല്പിച്ച സങ്കല്പങ്ങളിൽ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു അടിസ്ഥാനപരമായ മന്ത്രമാണെന്ന് അരവിന്ദൻ പറഞ്ഞത്. അതിൻ്റെ ആ ദാർശനിക വശം അവിടെ നിൽക്കട്ടെ. പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി മുഴുവൻ മുറിച്ചു കളഞ്ഞത് ഭാരതം വിഭജിക്കുന്നതിന് കൂട്ടുനിന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വാധീനത്തിലുള്ള കോൺഗ്രസ് ആയിരുന്നു. ആ മുറിച്ചു കളഞ്ഞതിൻ്റെ സ്മരണയാണ് വന്ദേമാതരം എന്ന് പറഞ്ഞ ഉടനെ തന്നെ കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെയും ഉറക്കം കെടുത്തുന്നത്. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. 1896 കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിലാണ് ഈ വന്ദേമാതര ഗാനം അവിടെ നിന്ന് ആലപിക്കുന്നത്. ആദ്യമായിട്ട് പൊതുവേദിയിലേക്ക് അത് വരുന്നതെന്നാണ്. അത് അവതരിപ്പിച്ചതും രാഷ്ട്രകവി എന്ന് നാം മനസ്സിലാക്കുന്ന അല്ലെ വിളിക്കുന്ന ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. വന്ദേമാതര ഗാനത്തിന് സംഗീതം കൊടുത്ത് നേരിട്ട് അദ്ദേഹമാണ് ഇവിടെ പാടി അവതരിപ്പിച്ചത്. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന റഹ്മത്ത് ഉള്ള മുഹമ്മദ് സയാനി. ഞാൻ പേര് മനഃപൂർവ്വം പറഞ്ഞതാണ്. റഹ്മത്തുള്ള മുഹമ്മദ് സയാനി എന്ന് പറയുന്ന ഒരു മുസ്ലിം അധ്യക്ഷനായിരുന്ന AICC സമ്മേളനത്തിൽ ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ സംഗീതം കൊടുത്ത് ആലപിക്കുകയും ചെയ്ത സംഗീതത്തിന് അന്ന് ആർക്കും ഒരു വിരോധമില്ലായിരുന്നു. 1905 ബംഗാൾ വിഭജിച്ചപ്പം ആ വിഭജനത്തിനെതിരെ ബംഗാളിലെ ജനസമൂഹം ഹിന്ദുവും മുസ്ലിമും എല്ലാം ഒന്നിച്ച് ആർത്തിരമ്പുന്ന പ്രതിഷേധവുമായി വന്നപ്പം അവിടെയാണ് യഥാർത്ഥത്തിൽ വന്ദേമാതരം ഒരു സമരകാഹളമായിട്ട് ആദ്യം മുഴങ്ങുന്നത്. ആ വന്ദേമാതരത്തിന് ഗതികേട് സംഭവിക്കുന്നത് 1937 ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായിട്ടിരിക്കുമ്പം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഒരാലോചന എടുത്തു. അതിൽ മുസ്ലിങ്ങൾക്കാർ ഇതിനകത്ത് ദുർഗയും സരസ്വതിയെയും ലക്ഷ്മിയൊക്കെ പരാമർശിക്കുന്നത് കൊണ്ട് ഐഡൽ വർഷിപ്പിന്റെ വിഗ്രഹ പൂജയുടെ അംശമുണ്ടെന്ന് പറഞ്ഞൊക്കെയാണ് ആരൊക്കെ പരാതി പറഞ്ഞു. അതിൻ്റെ പേരിലാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ നെഹ്റുവിൻ്റെ പ്രസിഡൻഷിപ്പിലുള്ള ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് ഇത് വേണ്ടെന്ന് വെച്ചത്. ആദ്യത്തെ 2 അംശം മതി, ബാക്കി വേണ്ടെന്ന് വെച്ചു. അത് തന്നെയാണ് 1950 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അധ്യക്ഷനായിട്ടിരിക്കുമ്പം അവിടെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിലും ദേശീയ ഗാനം ജനഗണമനക്ക് തുല്യമായ ഒരു പദവി കൊടുത്ത് വന്ദേമാതരത്തെ തിരിച്ചു കൊണ്ടിരുന്നത്, വന്ദേമാതരത്തിനെ അംഗീകരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ചോദ്യം, നെഹ്റുവിനെന്താണ് വന്ദേമാതരവുമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ എന്നൊരു ചോദ്യം വരാം. ഇത് ഞാൻ വിശദീകരിക്കാം. അത് വേറൊന്നുമല്ല. വന്ദേമാതരം ഭാരതത്തിൻ്റെ വികാരമായി മാറിയ ഘട്ടത്തിൽ ഡോക്ടർ കേശവ് ബലിറാം ഹെഗ്ഡേവറും ജവഹർലാൽ നെഹ്റുവും വിദ്യാർത്ഥികളായിരുന്നു. 2 പേരും ഒരേ പ്രായക്കാരുമാണ്. 1889 ഏപ്രിൽ 1 ഡോക്ടർ
കേശവദേവരുടെ ജന്മദിനം. 1889 തന്നെ നവംബർ 14 നെഹ്റുവിൻ്റെ ജന്മദിനം. സമപ്രായക്കാര. ഡോക്ടർജി വന്ദേമാതരത്തിൻ്റെ ആഹ്വാനം വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥിയുടെ ഒരു തരുണന്റെ ആവേശം, ദേശീയ വട്ടത്തോടുള്ള ആവേശം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഇൻസ്പെക്ഷന് വരുന്ന ദിവസം മറ്റ് വിദ്യാർത്ഥികളെയും കൂടെ കൂട്ടിക്കൊണ്ട് അന്ന് റിസ്ലെ എന്ന് പറയുന്ന നടപടിക്കെതിരെ ഒരു പരാതി, ഒരു സമരത്തിൻ്റെ ഭാഗമായി, പ്രതിഷേധത്തിൻ്റെ ഭാഗമായി, സമരം എന്ന് പറയണ്ട, ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് ഇൻസ്പെക്ടർ കയറി വന്ന ഉടനെ, ഹെഡ് മാസ്റ്ററും ഇൻസ്പെക്ടറോട് കയറി വന്ന ഉടനെ എല്ലാവരും എഴുന്നേറ്റ് വന്ദേ മാതരം, ആ വന്ദേ മാതര ഘോഷം മുഴക്കാൻ തീരുമാനിച്ചു, നടത്തി വരുത്തി. ഇൻസ്പെക്ടർ ഹെഡ് മാസ്റ്ററും വന്നു. ഒരു ക്ലാസ്സിൽ നിന്ന് ഈ പ്രശ്നം അടുത്ത ക്ലാസ്സിൽ ചെന്നു. അവിടെ തന്നെ ഇൻസ്പെക്ഷൻ അലങ്കോലപ്പെട്ടു. ഇൻസ്പെക്ടറുടെയും ബ്രിട്ടീഷ് അധികാരികളുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരം ഇത് തുടക്കം കുറിച്ചത്, നേതൃത്വം കൊടുത്തത് ആരാണെന്നുള്ള വലിയ അന്വേഷണമായി വിദ്യാർത്ഥികളെ. പക്ഷേ സകല വിദ്യാർത്ഥികളോടും അവരുടെ വിദ്യാർത്ഥി സുഹൃത്തായ ഡോക്ടർജി എന്ന് പറഞ്ഞിരുന്നത്, ഇതെല്ലാവരും വന്ദേമാതരം മുഴക്കണം. ആരാണ് തുടക്കം കുറിച്ചെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ആരും ഉത്തരം പറയാൻ വേണ്ടെന്നാണ് പറഞ്ഞു. ചോദിക്കുന്നവരെല്ലാം അത് ഞാനാണെന്ന് പറഞ്ഞ് കേൾക്കും. യഥാർത്ഥത്തിൽ ആരാ പറഞ്ഞെന്ന് വന്നില്ല. അവസാനം ബാക്കി എല്ലാവരെയും, നീണ്ട കഥയോട് ഞാനത് പറയുന്നില്ല, ഓരോ തരത്തിൽ വീട്ടുകാരും നാട്ടുകാരും ഇടപെട്ട് സ്കൂളിലേക്ക് തിരിച്ച് പ്രവേശിപ്പിച്ചെങ്കിലും ഡോക്ടർജിയുടെ വിദ്യാഭ്യാസം സർക്കാർ സ്കൂളിലേത് അവിടെ അവസാനിച്ചു. അതിനുശേഷമാണ് ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭങ്ങളിൽ മറ്റും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും ഇങ്ങനെ ഉണ്ടാകുന്ന അനുഭവത്തിൽ നിന്ന് അവർ രക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു വിദ്യാവിഹാറിലാണ് ഡോക്ടർജി പിന്നീട് പഠിക്കുന്നത്. ആ പഠനശേഷമാണ് ഡോക്ടർ മുഞ്ചയുടെ സഹായത്തോടുകൂടി അദ്ദേഹം കൽക്കട്ടയിൽ വരികയും മെഡിക്കൽ കോളേജിൽ ചേർന്ന് മെഡിക്കൽ ബിരുദം നേടി ഡോക്ടറാവുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടാക്കി. മുന്നോട്ട് വർഷങ്ങൾക്ക് ശേഷം ആ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഭാരതം ഭരിക്കുമ്പം ഡോക്ടർജിക്ക് പ്രചോദനം നൽകിയ വന്ദേ മാതരം ഇന്ന് അർഹിക്കുന്ന രീതിയിൽ ആഘോഷിക്കുന്നു. അതൊരു വഴിക്ക്. ഇനി ഡോക്ടർജി എന്ന് പറയുമ്പം ഇവിടെ ചെയ്യുമ്പം മോത്തിലാൽ ധിംഗ്ര എന്ന് പറയുന്ന ഒരാൾ കൽക്കട്ട ലണ്ടനിലുണ്ടായിരുന്നു. അദ്ദേഹം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചു കഴിഞ്ഞ് അവിടെ ബ്രിട്ടീഷുകാര് വധശിക്ഷ വിധിച്ചു. തൂക്കുമരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് വിനായക ദാമോദർ സവർക്കറുടെ ശിഷ്യനായ മോത്തിലാൽ ധിംഗ്ര ബ്രിട്ടീഷുകാരൻ്റെ ആ തൂക്കുകയറ് ഭരണമാല്യം പോലെ സ്വീകരിക്കുമ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ ഞാൻ യാത്രയാവുകയാണ്, ഒരൊറ്റ പ്രാർത്ഥന മാത്രം, അമ്മ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരത്തേക്ക് ഞാൻ വീണ്ടും ജനിക്കണം, വീണ്ടും രക്തസാക്ഷിയാകേണ്ടി വന്നാലാകുന്നതിനും ഭാരതത്തെ സ്വതന്ത്രമാക്കുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാവണം. വന്ദേ മാതരം എന്ന് നിർത്തിയത് ഇത് 1908 ഡോക്ടർജി ആ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. ഇത് 1909 ഡോക്ടർജി വന്ദേ മാതരം ഒരു സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത് 1908. അപ്പോൾ ഇനിയും ഞാൻ ഒരു മിനിറ്റ് ജവഹർലാൽ നെഹ്റുവിട്ട് വരാം. 1905 മോത്തിലാൽ നെഹ്റു മകനെ ലണ്ടനിൽ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. കാരണം നിറത്തിലും രക്തത്തിലും ഇന്ത്യക്കാരനും, എന്നാൽ അഭിരുചിയിലും ഭാഷയിലും സംസ്കാരത്തിലും ധാർമ്മിക മൂല്യങ്ങളിലുമെല്ലാം ഇംഗ്ലീഷുകാരനെ പാശ്ചാത്യമായ ഒരു വ്യക്തിയായിട്ട് മോത്തിലാൽ മാറിക്കഴിഞ്ഞ നേരം അതേ രൂപത്തിൽ തൻ്റെ മകനും ലക്ഷണമൊത്ത ഒരു ഇംഗ്ലീഷുകാരനായി വളരണമെന്ന് ആഗ്രഹിച്ചാണ്
ഹാരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഇദ്ദേഹത്തെ വിടുന്നത്. ജവഹർലാൽ നെഹ്റു അത് തന്നെ ചെയ്തു. ആ തരത്തിൽ വളർന്നു, എല്ലാ അർത്ഥത്തിലും ഇംഗ്ലീഷുകാരനായി വളർന്നു, അച്ഛനെ പോലെ തന്നെ. അവസാനം കേംബ്രിഡ്ജിൽ നിന്ന് ഓക്സ്ഫോർഡിലേക്ക് മാറണമെന്നൊരാഗ്രഹം ഉണ്ടായി. വിദ്യാഭ്യാസം കേംബ്രിഡ്ജിൽ നിന്ന് ഓക്സ്ഫോർഡിൽ മാറണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പം അത് നടന്നില്ല. അത് വേറൊരു കാര്യം. ഒരു കത്തയച്ചു അച്ഛന്. ആ കത്തിൽ എന്തുകൊണ്ട് മാറണം എന്നുള്ള ഒരു കാരണം എഴുതിയിരുന്നു. കേംബ്രിഡ്ജ് ഈസ് ബിക്കമിങ് ഫുൾ ഓഫ് ഇന്ത്യൻസ്. കേംബ്രിഡ്ജ് ഇന്ത്യക്കാരെ കൊണ്ട് നിറയുകയാണ്. അതുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡിലേക്ക് മാറ്റിത്തരണമെന്ന് അച്ഛനോട് 1910 ജൂലൈ 15 ജവഹർലാൽ നെഹ്റു കത്തെഴുതുന്നത്. ഇന്ത്യയിലുള്ള ഡോക്ടർജിക്കും ലണ്ടനിലുള്ള മുതലേദിംഗിലേക്കും വന്ദേമാതരത്തിന്റെ ആവേശവും പ്രചോദനവും ഉണ്ടായിട്ടും ജവഹർലാൽ നെഹ്റുവിന് അതിലൊന്നും അന്ന് താല്പര്യമില്ലായിരുന്നു. ആ നെഹ്റു 1937 വന്ദേമാതരത്തെ വെട്ടിച്ചുരുക്കിയാലും, കോൺഗ്രസ്, ഞാൻ പറഞ്ഞ പോലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വെട്ടിച്ചുരുക്കിയാലും, ഭാരതത്തെ രണ്ടായി വെട്ടിമുറിക്കുന്നതിന് വിഭജനത്തിന് കൂട്ടുനിന്നാലും അതിശയിക്കാനൊന്നുമില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്കും മാർക്സിസ്റ്റുകാർക്കും നെഹ്റുവിൻ്റെ പിൻഗാമികൾക്കും ഭാരതത്തെ അമ്മയായി കാണുന്നതിന് അത് മുസ്ലിങ്ങളുടെ പരാതിയൊന്നുമല്ല പ്രശ്നം. അവർക്ക് വിഷമമുണ്ട്. ഭാരതത്തെ അമ്മയായി, ഭാരതാമ്മയായി കണ്ടു കഴിയുന്നവർക്ക് അതിനെ മുറിക്കാൻ തോന്നില്ല. അത് മുറിക്കുന്നത് സഹിക്കില്ല. ഭാരതത്തെ കഷണമെന്നാക്കി മുദ്രാവാക്യം വിളിക്കുന്ന കനയ്യാറുവാമിൻ്റെ टुकड़े टुकड़े खाएंगे, टुकड़े टुकड़े करेगा, ഭാരത് तेरी टुकड़े होंगे इंशा अल्लाह इंशा अल्लाह എന്ന് വിളിക്കുന്നവരോട് ഒപ്പം നിൽക്കുന്നവർക്ക് എന്ത് ഭാരതാംബ, എന്ത് വന്ദേമാതര സങ്കല്പം. അതുകൊണ്ട് വന്ദേമാതരത്തെ എതിർക്കുന്നവർ ഭാരതം അഖണ്ഡമായി ഒന്നായി നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. ഏത് ജാതിയാണെങ്കിലും, ഏത് മതമാണെങ്കിലും, ഏത് രാഷ്ട്രീയമാണെങ്കിലും. അവരുടെ വിധേയത്വം ചൈനയോടായിരിക്കും, അവരുടെ വിധേയത്വം പാകിസ്ഥാനോടായിരിക്കും, പാശ്ചാത്യ രാജ്യങ്ങളോടായിരിക്കും. വന്ദേമാതരം നിലനിൽക്കണമെന്നും നാളത്തെ ഭാരതത്തിൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞ വികസനത്തിൻ്റെ മൂലമന്ത്രമായിരിക്കണമെന്നും എന്നും പറയുന്നതിൽ, നരേന്ദ്രമോദി പറയുന്നതിൽ ഭാരതത്തിൻ്റെ വികസനത്തിൻ്റെ അഖണ്ഡതയുടെ താല്പര്യമാണ് ബാക്കി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.